ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പിന്നെ പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഇതവിടെ ഒരു ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി 750 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ, അതായത് മീഡിയം സൈസ് ആയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള സ്പൂൺ എന്ന് പറയുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പ് കൈകൊണ്ട് തിരുമ്മിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി കൈവച്ച് നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ നന്നായിട്ട് തന്നെ ഞാനിതിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തൈര് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ തൈര് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കുറഞ്ഞത് അരമണിക്കൂർ വെക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് ആ ഒരു മസാലയിലൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ സമയം വെക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം. എനിക്കിപ്പോൾ ഇവിടെ സമയം ഇല്ലേലും അതുകൊണ്ട് ഞാനൊരു അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കാനും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനും എല്ലാം വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. ഒട്ടും തന്നെ ഓയിൽ ഉപയോഗിക്കേണ്ട. നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന സമയത്ത് ഒരു നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലുമാണ്. ഇപ്പോൾ തന്നെ ഇത് ചിക്കൻ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ കറിവേപ്പൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ചിക്കൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, പകുതി മാത്രം ഫ്രൈ ആയി വന്നാൽ മതി. ബാക്കി പകുതി നമുക്ക് കറിയിൽ നിന്നും ചിക്കൻ വെന്ത് കിട്ടും. പിന്നെ ഞാൻ ഇതവിടെ ഇതിലേക്കുള്ള സവാള ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. കട്ടിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ കനം കുറച്ചിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്കൊരു 3 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 3 എണ്ണ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കാം. ഞാനിവിടെ 2 വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവ് കുറഞ്ഞ മുളകാണ്. നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 1.5-2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി കൂടി ചതച്ചെടുത്തത് എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി എന്താ പറയുക, തൊലിയോട് കൂടി തന്നെയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇതവിടെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ ഞാൻ ഇതവിടെ മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ ഇതവിടെ നല്ല പാകത്തിന് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ്ട, പകുതി ഫ്രൈ ആയി വന്നാൽ മതി. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഞാൻ ചിക്കൻ മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രം ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
പിന്നീട് ആവശ്യത്തിന് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള സവാളയും ചേർത്ത് കൊടുത്തു. ഒപ്പം തന്നെ ഇതിലേക്ക് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് കിട്ടണം. നല്ലതുപോലെ സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളകും ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 3 തണ്ട് കറിവേപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം ഒരു പച്ചച്ചുവയൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട ഇപ്പോൾ തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് വെക്കുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കുറവാൻ തോന്നിയിട്ട് ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ വേറെ വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ. പക്ഷേ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഇതിൻ്റെ എല്ലാം ഒരു പച്ചച്ചുവ മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അര ടേബിൾ സ്പൂണിൻ്റെ കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എന്താ പറയുക മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം തന്നെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പൊടികളുടെ പച്ചമണലൊന്ന് മാറി വരുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. അത് പറയാൻ വിട്ടുപോയതാട്ടോ. അങ്ങനെ ആ ഒരു പൊടികളുടെ പച്ചമണെല്ലാം ഇവിടെ മാറി വന്നതിന് ശേഷം ഞാൻ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. തക്കാളിയെല്ലാം നല്ലതുപോലെ തന്നെ വെന്ത് വരണം. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 4 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് നല്ലതുപോലെ തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കന് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഇളം ചൂടുള്ള 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 2.5 കപ്പെല്ലാം ഒഴിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കറി വീണ്ടും തിളച്ചിട്ട് എന്താ പറയുക നന്നായിട്ട് അങ്ങ് കുറുകി പോകും. അപ്പോൾ തീരെ ഇതിൽ ചാറൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ തന്നെ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-12 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇതവിടെ മൂടി വെച്ച് കൊടുത്ത് 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് തിളച്ച് കുറുകി നമ്മുടെ കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ഇതവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു തനി നാടൻ ചിക്കൻ കറിയാണ്. ഞാൻ ഇതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ കറി എന്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് പൊറോട്ടയുടെ കൂടെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു ചിക്കൻ കറി തയ്യാറാക്കിയിട്ട് നല്ല ചൂടുള്ള പൊറോട്ടയുടെ കൂടെ കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ? ഇനിയിപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യണേ.